ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇത്തവണത്തെ വേൾഡ് കപ്പ് ജേതാക്കൾക്ക് വലിയ ഒരു തുകയാണ് ഫിഫയിൽ നിന്നും പ്രൈസ് മണി ആയിക്കൊണ്ട് ലഭിക്കുന്നത്. 50 മില്യൺ യൂറോയാണ് പ്രൈസ് മണി. അതുപോലെ തന്നെ റണ്ണറപ്പ് ആവുന്ന ടീമിനും നല്ല ആകർഷകമായ തുകയുണ്ട്. 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന ടീമിനും 4-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുന്ന ടീമിനും പ്രൈസ് മണിയുണ്ട്. കൂടാതെ ഓരോ ഘട്ടത്തിലേക്ക് എത്തിയ ടീമുകൾക്കും പങ്കെടുക്കുന്ന ടീമുകൾക്കും ഒരു നിശ്ചിത തുക ഫിഫയിൽ നിന്നും ലഭിക്കും എന്നുള്ളതാണ്. അങ്ങനെ നല്ല രൂപത്തിലുള്ള ആകർഷകമായ പ്രൈസ് മണി തന്നെ ഫിഫ ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ബ്രസീലിയൻ മാധ്യമമായ UOL പങ്കുവച്ചിട്ടുണ്ട്. അതായത് ഈ ലഭിക്കുന്ന തുക എങ്ങനെ വീതം വെക്കണം എന്ന കാര്യത്തിൽ CBFും ബ്രസീലിയൻ താരങ്ങളും തമ്മിൽ ഇപ്പോൾ ഒരു അഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. അതായത് ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായാലും ഒരു നിശ്ചിത തുക ഫിഫയിൽ നിന്നും ലഭിക്കും. അങ്ങനെ ബ്രസീലിന് എന്താണോ ലഭിക്കുന്നത് അത് എങ്ങനെ വീതം വെക്കണം എന്ന കാര്യത്തിലാണ് അഗ്രിമെന്റിൽ എത്തിയിട്ടുള്ളത്. അതായത് 70% താരങ്ങൾക്ക് ലഭിക്കും. അതായത് ആകെ ലഭിക്കുന്ന തുകയുടെ 70%വും താരങ്ങൾക്കിടയിൽ വീതം വെക്കും. ബാക്കി വരുന്ന 30%മാണ് ബാക്കിയുള്ള മെമ്പേഴ്സിനിടയിൽ വീതം വെക്കുക. അഥവാ ടെക്നിക്കൽ സ്റ്റാഫിനിടയിലും സപ്പോർട്ട് ടീമിനിടയിലും ബാക്കി വരുന്ന 30% തുക വീതം വെക്കും എന്നുള്ളതാണ്. ഇനി ഇതിനെക്കുറിച്ച് 2 തവണയാണ് മീറ്റിംഗ് നടന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട താരങ്ങൾ ഈ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട്. അതായത് നെയ്മർ ജൂനിയർ ഉണ്ടായിരുന്നു, കാസമിറോ, ഡാനിലോ, ആലിസൺ, റാഫീഞ്ഞ എന്നിവരൊക്കെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട്. ബ്രസീലിയൻ താരങ്ങളും CBFും തമ്മിൽ ഇതേക്കുറിച്ച് 2 മീറ്റിംഗുകൾ നടന്നിരുന്നു. നെയ്മർ ഉൾപ്പെടെയുള്ള താരങ്ങൾ പങ്കെടുത്തു. മാർക്കിഞ്ഞോസ് പങ്കെടുത്തിട്ടില്ല, കാരണം അദ്ദേഹം ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിൽ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് ഈ അഗ്രിമെന്റിൽ എത്തിയിട്ടുള്ളത്. ഏതായാലും ബ്രസീലിന് എത്രയാണോ ലഭിക്കുന്ന പ്രൈസ് മണി അതിന്റെ 70% താരങ്ങൾക്ക് അവകാശപ്പെട്ടതായിരിക്കും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.